66 തുടക്കം. അപ്പോൾ ഇത് 74. അപ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും 69 69 വർഷം പൂർണ്ണമായതും 70ാമത്തെ ദിനവും ആണ് ജമിയത്തുൽ ഉലമായെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനം. നമ്മളെല്ലാവരും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ സ്ഥാപനമായ മന്നാനിയ ഉമറുൽ ഫാറൂഖിലാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. തെക്കൻ കേരളത്തിൽ ദീനിയായ മതബോധ രംഗത്ത് പ്രത്യേകമായ സ്ഥാപനങ്ങളും മതബോധനം പഠിപ്പിക്കുവാൻ ആവശ്യമായ സാഹചര്യങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് അന്നത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ മർഹൂം യൂനുസ് മൗലവി ഉസ്താദ് അവർകളെ പോലെയുള്ള ഷിഹാബുദ്ദീൻ മൗലവി ഉസ്താദിനെ പോലെയുള്ള റഈസുൽ ഉലമ എന്ന് പിറകെ അറിയപ്പെട്ടെങ്കിലും അന്ന് ചെറുപ്പക്കാരനും ബാഖിയാത്തു സാലിഹാത്തിൽ നിന്ന് ബിരുദം നേടി കേരളത്തിലേക്ക് നാട്ടിലേക്ക് വന്ന ഉസ്താദ്മാർ, അതുപോലെ ഉമറുദ്ദീൻ മൗലവി ഉസ്താദ് അവർകൾ പോലെയുള്ള മഹാരഥന്മാരായ ഉസ്താദ്മാർ, അതിൽ കോട്ടക്കര ഉസ്താദ് ഇബ്രാഹിംകുട്ടി ഉസ്താദ് ഖജാൻജിയായിട്ടും സേവനം ചെയ്തിരുന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഇന്ന് 69 വർഷം പിന്നിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കൽ എത്തി നിൽക്കുകയാണ്. ഈ പ്രസ്ഥാനത്തെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നൽകി ഇതിനെ പരിപോഷിപ്പിച്ച് വളർത്തേണ്ട ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ഭാവിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കരങ്ങളിലാണ് നിൽക്കുന്നത് എന്ന കാര്യം നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അതിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ അഥവാ DKISF എന്ന ആ പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ സ്ഥാപനങ്ങളിലെ തെക്കൻ കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിലൂടെ രംഗത്ത് വന്ന് ജംഇയ്യത്തുൽ ഉലമായിൽ വരെ എത്തിപ്പെടുവാൻ മുത്തഅല്ലിമീങ്ങൾക്ക് കഴിയും എന്നുള്ളത് ഡയറക്റ്റായിട്ട് മുത്തഅല്ലിമീങ്ങൾക്ക് ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആകാനുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് DKISF പ്രവർത്തിച്ചു വരുന്നത്. KMIF ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കാം എന്നല്ലാതെ DKISF ആണെങ്കിൽ അതിൻ്റെ പ്രസിഡന്റിനും സെക്രട്ടറിയും ഒക്കെ ആലിമീങ്ങളാകണം. ജമിയത്തുൽ ഉലമായുടെ നേതാക്കന്മാർ ഡയറക്റ്റ് ആവാൻ കഴിയുന്നവരാണ്. ബാക്കിയുള്ള പോഷക പ്രസ്ഥാനങ്ങളും KMIF ആണെങ്കിലും ജമാഅത്ത് ഫെഡറേഷൻ ആണെങ്കിലും മറ്റിതര ലജ്നത്തുൽ മുഅല്ലിമീൻ ഉൾപ്പെടെയുള്ള എല്ലാം നമ്മുടെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക പ്രസ്ഥാനങ്ങളായി നിലനിന്ന് വരുന്ന പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ഈ ദീനിൻ്റെ ഈ പ്രസ്ഥാനം ഇന്ന് ഇത്രയും വർഷം പിന്നിട്ട് നമ്മുടെ കൈകളിൽ എത്തി നിൽക്കുമ്പോഴും ഇതിൻ്റെ ആദ്യകാലങ്ങളിലെ അരിഷ്ടതകൾ മുഴുവനും സഹിച്ചുകൊണ്ടാണ് അന്നത്തെ നേതാക്കന്മാർ തെക്കൻ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തിയെടുത്ത് അന്നത്തെ അവരുടെ അത്രയും ചിന്തയും അവരുടെ അത്രയും ചിന്താമണ്ഡലങ്ങളും പോലും ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും ഉണ്ടാകുന്നില്ല, കാണുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോയി സമൂഹത്തിനും കൗമിനും മൊത്തത്തിലും ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും അതൊരു ഊർജ്ജസ്വലമായ സംഘടനാ സംവിധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രസ്ഥാനത്തിൽ എന്നും കരുത്തു പകരുവാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു വാക്കുകൾ, എൻ്റെ സന്ദേശം നിങ്ങളിലേക്ക് കൈമാറുകയാണ്. എന്നും നമ്മൾ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക പ്രസ്ഥാനങ്ങളുടെയും അംഗങ്ങളായി, അണികളായി, നേതൃത്വമായി നിലനിൽക്കും എന്ന് നമ്മൾ ഇന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിനെ നമ്മുടെ സ്ഥാപനങ്ങൾ പലതുണ്ടെങ്കിലും മന്നാനിയ ഉമറുൽ ഫാറൂഖ് ഇവിടെ അറബിക് കോളേജ്, അതുപോലെ തന്നെ ഓർഫനേജ്, ബോർഡിങ്, ഇത് പലതും തുടർന്നു വരിക. ഇത് വളരെ താഴെ നിന്ന് ഈ നിലയിൽ ഉയർന്നു വന്നു. അതുകൊണ്ട് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ പഠിക്കുന്ന നിങ്ങളെല്ലാം ഉഫറവിയായ ആലിമീങ്ങളാകും. പഠിച്ചിട്ട് കുറച്ച് പഠിച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലും സ്കൂളിലേക്കോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകരുത്. പഠിച്ച്
നല്ല നിലയിൽ ഒരു മുദരിസോ അല്ലെങ്കിൽ നല്ലൊരു ഇമാമോ ആയി മുഖറവിയായ ഉലമാക്കളിൽ പെടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി എല്ലാവരും നമ്മൾ മുന്നോട്ട് പോകണം. പഠിക്കുന്ന സമയത്ത് വേറെ മറ്റ് ശ്രദ്ധയിലേക്കൊന്നും നീങ്ങരുത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞങ്ങളൊക്കെ ഇതിൻ്റെ പ്രാരംഭകാലത്തിൽ അന്ന് ഇച്ചിരി സജീവമായതിൽ ഉണ്ടായിരുന്നത് ഇത്തിരി മുതിർന്ന ആളിപ്പോഴുള്ളതിൽ ഞാനാണ്. ആദ്യമേ തന്നെ ഇതിൻ്റെ കമ്മിറ്റിയിൽ മെമ്പറായുകയും അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി 71 ജനറൽ സെക്രട്ടറി ആവും. അതിനു മുമ്പ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു വിദ്യാഭ്യാസ ബോർഡിൻ്റെ. അങ്ങനെ അൽഹംദുലില്ലാ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖബർദീമോരെയും ചെറുപ്പത്തിലെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. വിദ്യാഭ്യാസ ബോർഡിൻ്റെയും ലജനത്തിൻ്റെയും ഒക്കെ നേതാവായി ഉയർന്നു വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സേവനങ്ങളൊക്കെ അംഗീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യാനുള്ളത്, ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചെന്നും പറഞ്ഞ് അതിൽ ഒരു അഹങ്കാരം ഉണ്ടാകരുത്. ഇബ്ലീസ് വരെ തോന്നുന്നു അങ്ങനെ പോയാൽ വന്നു അപകടമാവും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയ്യത്തുകളൊക്കെ നന്നാക്കി തരട്ടെ. നമ്മളൊക്കെ ചെയ്തിട്ടുള്ള ഈ സേവനങ്ങൾ അള്ളാഹു അംഗീകരിക്കട്ടെ. അത് നമ്മളെ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു വിധികളെ കൊടുക്കപ്പെടുത്ത ഈ സ്ഥാപനം ഇനിയും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനുവേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടോ അതിനൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. നമ്മുടെ ഈ ജമിയത്തിനും പ്രസ് ഉണ്ടാക്കുന്നതിനും വസ്തുക്കൾ വാങ്ങുന്നതിനും കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനും പലരും ഇവിടെ ഉള്ളവരും പുറത്തുള്ളവരും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അതിന് അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകട്ടെ. നമ്മുടെ ഈ സേവനങ്ങൾ അല്ലാഹു അംഗീകരിക്കുകയും നമ്മളെ എല്ലാവരെയും നമ്മുടെ ഈ പ്രസ്ഥാനവുമായിട്ടും ദീനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗ ജീവൻ നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.